ഒരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ്. ബാലേന്ദ്രനും ഗംഗാധരനും കൂടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പം ഗംഗാധരനാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എന്താ വൈജയെ കയറി കാണുന്നില്ലയോ? ഇല്ല, ഗംഗേട്ടൻ പോയി കണ്ടിട്ട് വാ. എന്താ കാണാത്തെ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ വരുന്നത് സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് കാര്യങ്ങൾ അന്വേഷിക്കാനാണ്, അല്ലാതെ അകത്ത് കിടക്കുന്ന കാപട്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് ആ സ്ത്രീയെ കാണാനില്ലെന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. എന്നെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. എന്നെങ്കിൽ ഗംഗേട്ടൻ ചെന്നിട്ട് വാ എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ അകത്തേക്ക് ചെല്ലുമ്പോൾ വൈജയുടെ അവസ്ഥ കണ്ട് ഗംഗാധരന് വിഷമം വരുന്നുണ്ട്. കാലിലും കയ്യിലും ഒക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് മുഖത്ത് നിറച്ച് ഒട്ടിപ്പും തലയിൽ ഒട്ടിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വൈജ. പക്ഷേ അഹങ്കാരത്തിന് മാത്രം വൈജയ്ക്കൊരു കുറവുമില്ല. പിന്നെ വൈജയെ കണ്ടപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഞാൻ ഇന്ന് പോവുക വൈജയെ, കണ്ടിട്ട് പോകാമെന്ന് തോന്നി. മാത്രമല്ല നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പം പ്രസിഡൻ്റ് പറയാണ്, എനിക്ക് കുറച്ച് രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പേഷ്യൻറ്റിൻ്റെ ആരോഗ്യസ്ഥിതി. അപ്പം ഗംഗാധരൻ പറയാണ്, അല്ലെങ്കിലും നിങ്ങളൊന്നും അല്ലല്ലോ പേഷ്യൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ബൈസ്റ്റാൻഡർ അല്ലേ. സിസ്റ്റർ പറയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കാം, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് സിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പം ഗംഗാധരനാണെങ്കിൽ വൈജി എടുത്ത് പറയാണ്, നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വന്നതുകൊണ്ട് ഇവിടെ കുറേ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ രാജീവും ശിവനും ജയിലിൽ കിടന്നേനെ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന് വൈജ എടുത്ത് ചോദിക്കണം. അപ്പോൾ വൈജ പറയാണ്, ഞാൻ അലീനെ തട്ടിക്കൊണ്ടുപോകാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ കാരണം ആരും ജയിലിൽ കിടക്കുകയും വേണ്ട. ഈ കാരണം അല്ലെന്ന് ആര് പറഞ്ഞു? നീ തന്നെയാ കാരണം നിനക്ക് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യാനായിട്ട് ഒരുങ്ങിയത്. നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയ പിന്നിലേക്ക്. അവിടെ അമ്മയും നോക്കി അടങ്ങി ഒതുങ്ങി കിടന്ന ഒരു പെങ്കൊച്ച് ആ ജോലി കഴിയുമ്പോൾ അതങ്ങ് പോയേനെ. പക്ഷെ നീ അതിനെ എന്തൊക്കെ അപമാനിച്ചു, കള്ളിയാക്കി, ഏതൊക്കെ രീതിയിൽ അതിനെ ദ്രോഹിച്ച്, നിന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നീ അതിനെ ദ്രോഹിച്ച്. അതിൻ്റെ ശിക്ഷ നീ കിടക്കുന്നത് എന്ന് വൈജയടുത്ത് പറയാണ്. ഞാൻ സമ്മതിച്ച്, അതിൻ്റെ ശിക്ഷയാണ് ഞാൻ ഇന്ന് സമ്മതിച്ച് എന്ന് വൈജ അഹങ്കാരത്തോടെ അന്നോരവും പറയുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, ബാലേന്ദ്രൻ എന്തിനെ അലീനെ അവിടെ പിടിച്ചു നിർത്തിയേ? അപ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, അലീനെ പിന്നെ എങ്ങോട്ട് പോകണം? ബാലേന്ദ്രൻ്റെ മകളല്ലേ. ബാലേന്ദ്രൻ്റെ മകള് ഭാര്യയും മക്കളും കഴിഞ്ഞിട്ട് മതി ഇഴച്ച് നടന്നവളിലുണ്ടായ മകള് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗാധരൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഗംഗാധരൻ ചോദിക്കുകയാണ്, നീ ആഗ്രയിൽ അങ്ങനെ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വൈജി അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഇത് വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചിട്ടില്ലേ, നീ അങ്ങനെയാണോ? നാളെ ഒരു കാലത്ത് നിൻ്റെ മകൾ നിന്നെ തിരക്കി വരുന്നത്, അപ്പം നീ അവളെ കണ്ണടച്ച് പുറംകാല് കൊണ്ട് തള്ളുവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജി ഒന്നും മിണ്ടുന്നില്ല. നീ ഒരമ്മയാണെങ്കിൽ അവളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ബാലേന്ദ്രനും ചെയ്തത്. വൈജി ചോദിക്കുകയാണ്, ഗംഗേട്ടനെ എപ്പോഴും എന്തിനാ ആഗ്രഹയിലെ കാര്യങ്ങൾ പറയുന്നത്? അത് 23 വർഷത്തിന് മുമ്പ് കഴിഞ്ഞു പോയതല്ലേ. അപ്പം ഗംഗാധരൻ പറയാണ്, ഇതും 23 വർഷത്തിന് മുമ്പ് കഴിഞ്ഞു പോയതാണ്. അന്ന് പറ്റിയ ഒരു ബന്ധത്തിൽ ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ബാലേന്ദ്രൻ അറിഞ്ഞത്. അപ്പോൾ അതിനെ കൈവിടാൻ തോന്നില്ല. അതിനെന്താ തെറ്റ് എന്ന് ചോദിക്കുകയാണ്. നീയും ബാലേന്ദ്രൻ ഒരേ തെറ്റ് ചെയ്തവരല്ലേ, പിന്നെ ബാലേന്ദ്രനെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, നിങ്ങളെ 3 പേരെയും ബാലേന്ദ്രൻ തെറ്റിദ്ധരിപ്പിച്ചേക്കുവാണ്. എന്ത് തെറ്റിദ്ധാരണ എന്ന് ചോദിക്കുകയാണ്. ആദ്യം മുതലേ അവൾ വന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതിനൊക്കെ മുമ്പേ ബാലേന്ദ്രന് അവൾ സ്വന്തം മകളാണെന്നറിയാം. പക്ഷേ നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെച്ച് അവളെ മനഃപൂർവ്വം ആ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഓരോരോ നാടകങ്ങൾ കളിച്ചാണ് ബാലേന്ദ്രൻ അലീനെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അയാൾക്ക് സ്വന്തം മോളാന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ അയാൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അയാൾ എന്നെ നന്നായിട്ട് വഞ്ചിച്ചതല്ലേ എന്ന് വൈജ ചോദിക്കുകയാണ്. പിന്നെ നിങ്ങളെ 3 പേരെ എന്ത് പറഞ്ഞാണ് ബാലേന്ദ്രൻ കൺവിൻസ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. വൈജ അപ്പോഴും തൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിൻ്റെ ആഗ്രയിലെ കഥകൾ ബാലേന്ദ്രൻ അറിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? ഈ വാശി പിടിക്കുന്ന നിനക്ക് ബാലേന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? നിന്നെക്കുറിച്ച് ബാലേന്ദ്രൻ എന്ത് വിചാരിക്കും എന്നൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇരുന്ന് ആദർശം പറയുന്നല്ലോ, ഈ ആദർശമെല്ലാം അപ്പോൾ എന്ത് ചെയ്യും? കാറ്റിൽ പറന്നു പോകുമോ എന്നൊക്കെ ഗംഗാധരൻ വൈജയെടുത്ത് ചോദിക്കുകയാണ്. വൈജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴും വൈജ ചോദിക്കുന്നത്, എന്തിനാണ് ഗംഗേട്ടൻ എപ്പോഴും ആഗ്രയിലെ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗംഗാധരൻ പറയാണ്, ആഗ്രയിലെ കാര്യങ്ങളും ഈ കാര്യം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേപോലെയാണെന്ന് പറയാണ്. എന്തായാലും നീ ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ മാത്രം എടുക്കുക. വാശിയും ദേഷ്യവും ഒക്കെ മറന്ന് ബാലേന്ദ്രനുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക.
ബാലേന്ദ്രനെ സ്നേഹത്തോടെ പഴയ പോലെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഗംഗാധരൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ വൈജ അപ്പോഴും പറയാണ്, ഒരു കാര്യം ഗംഗേട്ടൻ ഓർത്തോ, അലീന ഉള്ള വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല. അലീനയും വൈജയും ഒരു വീട്ടിൽ താമസിക്കത്തില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് വൈജ ഗംഗാധരനോട് പറയാണ്. ഇതിന് എന്തായാലും മാറ്റമില്ലെന്ന് പറയാണ്. ഗംഗാധരൻ പറയാണ്, നീ വാശിയൊക്കെ ഉപേക്ഷിച്ച് നന്നായി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ തന്നെ കുഴിയിൽ ചെന്ന് വീഴും എന്നും പറഞ്ഞ് ഗംഗാധരൻ അങ്ങ് പോവാണ്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ നിൽപ്പുണ്ട്. എന്ത് പറഞ്ഞ് പെങ്ങള് എന്ന് ചോദിക്കുകയാണ്. പെങ്ങളുടെ വാശിയൊക്കെ കുറച്ചെങ്കിലും കുറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗംഗാധരൻ തല കുനിച്ചിരിക്കുകയാണ്. അവളുടെ വാശിയൊന്നും അങ്ങനെ കുറയത്തില്ല. ഗംഗാധരൻ പറയാണ്, ഇപ്പോഴും അലീന ബാലേന്ദ്രൻ്റെ മകളാണ്. അതുകൊണ്ട് ഇത്രയും നാൾ ബാലേന്ദ്രൻ അവളെ വഞ്ചിച്ചാണെന്ന് വിശ്വസിച്ച് അവൾ കഴിയുകയാണെന്ന് പറയുകയാണ്. അലീനയുള്ള വീട്ടിലേക്ക് അവൾ വരത്തില്ലെന്നാ പറയുന്ന കാര്യം ഗംഗാധരൻ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയാണ്. ഓ, ഇനി ഞാൻ ചെന്ന് അവളുടെ മുന്നിൽ കൈകൂപ്പി അടിയൻ ക്ഷമിക്കണം. രാജകുമാരി മനസ്സും ശരീരം കൊണ്ട് ആരുടെ സ്നേഹിക്കുകയോ വേറെ കുഞ്ഞുങ്ങളുണ്ടാവുകയോ എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഞാനൊരു ഭർത്താവ് എന്ന പദവിയിൽ മാത്രം ഇരുന്നോളാം എന്നും ചെന്ന് പറഞ്ഞ് ക്ഷമ യാചിക്കണമെന്നാണോ അവൾ പറയുന്നത് എന്ന് ബാലേന്ദ്രൻ വളരെ പുച്ഛത്തോടെയും വളരെ വെറുപ്പോടെയാണ് വൈജയെക്കുറിച്ച് ഗംഗാധരനോട് സംസാരിക്കുന്നത്. ഗംഗാധരന് ഒന്നും മിണ്ടാൻ വയ്യാതെ ബാലേന്ദ്രൻ പറയുന്നത് ഇത്രയും കേട്ടുകൊണ്ട് നിൽക്കാനേ ഗംഗാധരന് കഴിയുന്നുള്ളൂ. പിന്നെയും ബാലേന്ദ്രൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഗംഗേട്ട, അവളുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവും വരുത്തില്ല. അവൾ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവളുടേതായ കുഴി തന്നെയാണ് അവൾ തോണ്ടുന്നതെന്ന് അവൾ അറിയുന്നില്ല. അവസാനം അവൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, കോടതിയിലെത്തുമ്പോഴാണ് അവളുടെ തൊലി ഞാൻ ഉരിയാൻ പോകുന്നതെന്ന് ബാലേന്ദ്രൻ വീണ്ടും പറയാണ്. ഗംഗാധരൻ ബാലേന്ദ്രനോട് പറയാണ്, നീ ഇനിയും ക്ഷമിക്കാനോ പൊറുക്കാനോ ഞാൻ പറയത്തില്ല. എന്നാലും അവളോട് പറ്റുമെങ്കിൽ ഒന്ന് ക്ഷമിക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഗംഗാധരൻ ബാലേന്ദ്രനോട് പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, ഞാനായിട്ട് അവളെ ഒന്നും പറയത്തുമില്ല, അവളെ ഒന്ന് ബുദ്ധിമുട്ടിക്കത്തില്ല. പക്ഷേ എന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അവളെ ഞാൻ വെറുതെ വിടത്തുമില്ലെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഗംഗാധരൻ പറയാണ്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പരമാവധി മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ മാറുമായിരിക്കും ബാലേന്ദ്ര, മാറിയാൽ അവൾക്ക് കൊള്ളാമെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ പറയാണ്, ഞാൻ ഇറങ്ങിയാണ്. ഗംഗേട്ടന് വേണ്ടുന്ന ടാക്സി ഞാൻ വിളിച്ച് പുറത്ത് നിർത്തിയിട്ടുണ്ട്. യാത്ര പറഞ്ഞ് ഗംഗാധരൻ പോവുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ ഒരു ദേഷ്യത്തോടെയും പകയോടെയും വൈജയോടുള്ള വെറുപ്പ് ബാലേന്ദ്രന് നല്ല രീതിയിലുണ്ട്. അങ്ങനെ പകയോടെയും വെറുപ്പോടെയും ഇങ്ങനെ ബാലേന്ദ്രൻ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.